അടിപൊളിയായിട്ട് പാടിയിട്ടോ. അപ്പൊ നമുക്കിനി അങ്ങോട്ട് മാർക്കറിഞ്ഞാലോ? കലക്കനായിട്ട് ഗ്രാൻഡ് ജൂറി മാർക്കിടണം. അറിയാം. അവിടെ കണ്ടപ്പോൾ ഒരാളുടെ മനസ്സ് ഭയങ്കരമായി സന്തോഷിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ലഡ്ഡു സ്പോട്ട്. ഒരു രക്ഷയില്ല. നീലിമേ പറഞ്ഞതിന് മുമ്പേ റാൽഫിൻ ആ ലൈൻ ഒന്ന് പാട്. ഒരു സാധനം വായിച്ചില്ലേ റാൽഫിൻ? കാരണം അവിടെ എത്തിയപ്പോഴേക്ക് ചേച്ചി പുറകോട്ട് ഇരുന്ന് അങ്ങോട്ട് താഴെ വീണ് പിന്നെ തിരിച്ചു വന്നിരുന്നു. ഭയങ്കര ഡ്രാമയായിരുന്നു ഇവിടെ. ചേച്ചി പെട്ടെന്ന് പറയാം, എനിക്ക് പണിയുണ്ട്. എന്ത് പണി ചെയ്യാനുള്ള എന്ത് പണി? നിങ്ങൾ എത്ര പണിയെടുത്താലും കാര്യമില്ല. എന്ത് പണിയെടുത്താലും ഇവിടെ കാർഡും ഗോൾഡും മെഡലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പറഞ്ഞോളൂ. മോളെ, ആ ഫസ്റ്റ് സോങ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് പാടിയത്. അതിങ്ങനെയൊരു സ്വീറ്റായൊരു ശബ്ദത്തിൽ വീണ്ടും കേട്ടപ്പോൾ ശരിക്കും ഇങ്ങനെ തരിച്ചിരുന്നു പോയി തന്നെ പറയാം. ഇയാളുടെ പ്ലേയിങ്ങും എല്ലാം കൂടെ മാജിക്, റിയൽ മാജിക് ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. നീലിമക്കുട്ടി, മെഡിക്കി കുട്ടി. ഒന്നുമില്ല പറയാൻ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടിപൊളിയുണ്ട്. ഓക്കെ, ഇനി നീലിമേനെ ഞങ്ങൾക്ക് 3 പേർക്ക് ആവശ്യമുണ്ട്. അയ്യോ, പാപ്പൻസ് ഹൗസിന് ഭീഷണി. ഞാൻ ഓടും. അവിടെ എത്തുമ്പോഴേക്കല്ലേ ഇവര് സ്റ്റീൽ അടിക്കുള്ളൂ. അല്ല, എന്തിനാ ഇങ്ങോട്ട് ഓടുന്നേ? എന്ത് കൊടുക്കാനാ? ഗോൾഡ് കൊടുക്കാനല്ലേ എടുത്തോണ്ട് പോയി അവിടെ ഇരുത്താൻ. ഒന്നിരുത്തി നോക്കൂ കുട്ടി. എങ്ങനെ ഇരുത്താൻ പോണെന്ന് ഭയങ്കര ഭീഷണിയല്ലോ രണ്ടെണ്ണം. നീ ഇരുത്ത് എന്നിട്ട് പറയാം. ഒരു സ്റ്റീലിന് ഇത്രമാത്രം വില കൊടുക്കേണ്ടി വരുമെന്ന് ആലോചിച്ചില്ലല്ലേ? ജഡ്ജസിന്റെ മുന്നിലിരിക്കുന്ന ഈ ബസർ മത്സരാർത്ഥികൾക്കുള്ള മറ്റൊരു സർപ്രൈസാണ്. ജഡ്ജിന് മത്സരാർത്ഥികളെ സ്റ്റീൽ ചെയ്യാനുള്ള അവസരമാണ് ഈ ബസർ. ഒരു ജഡ്ജ് തന്റെ ടീമിലേക്ക് തിരഞ്ഞെടുത്ത മത്സരാർത്ഥിയെ മറ്റൊരു ജഡ്ജിന് തട്ടിയെടുക്കാനുള്ള അവസരമാണ് സ്റ്റീൽ കാർഡ്. ബസർ അമർത്തിക്കൊണ്ടാണ് സ്റ്റീൽ ചെയ്യുക. ഓരോ ജഡ്ജിനും ഒരു സ്റ്റീൽ കാർഡ് മാത്രമാവും ഉണ്ടാവുക. സ്റ്റീൽ കാർഡ് ലഭിക്കുന്ന മത്സരാർത്ഥികൾ ടോപ്പ് 15-ൽ സ്ഥാനമുറപ്പിക്കും എന്നതാണ് സ്റ്റീൽ കാർഡിനുള്ള നേട്ടം. ഞങ്ങൾ സ്റ്റീലൊന്നും മുടക്കാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം തന്നെ കൊണ്ട് ഇരുത്തൊന്ന് കാണിക്കാം. നീലിമ, വെൽക്കം ടു പാപ്പൻസ് ഹൗസ്. വെൽക്കം ടു പാപ്പൻസ് ഹൗസ്. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാൻ തന്നെ മോളെ ആനയിച്ചു കൊണ്ടുവരുത്താം. ചില കഴുകന്മാർ ഇതിലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കോവിച്ചേട്ടാ, ചതിക്കരുത്. ഞാൻ പോയിട്ട് കുട്ടിനെ എടുക്കുകയാണ്. സ്റ്റീൽ ചെയ്തെന്നല്ലേ പറഞ്ഞത്? സ്റ്റീൽ ചെയ്യരുത്. അപ്പം ഓക്കെ, ശരി. ചാൻസ് കിട്ടുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ വിചാരിക്കും.